ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബട്ടർ സ്കോച്ച് പുഡിംഗ് ആണ്. ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്ന ഒരു പുഡിംഗ് ആണിത്. പാർട്ടികളിലൊക്കെ നമുക്ക് സ്റ്റാർ ആവാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി പുഡിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബട്ടർ സ്കോച്ച് പുഡിംഗ് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതിൽ യാതൊരുവിധ കളറോ അങ്ങനെയൊന്നും നമ്മൾ ചേർക്കുന്നില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പുഡിംഗ് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു പാനിലേക്ക് ഞാനൊരു 3/4 കപ്പ് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിത് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കാരമലൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഹൈ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോവും. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാം. അപ്പോൾ ഇതാ ഒരു കളർ മാറി വന്നിട്ടുണ്ട്. ചെറിയൊരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് അതിലേക്കൊരു 100 ഗ്രാം കാഷ്യൂസ് അണ്ടിപ്പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ കൂടുതൽ നേരം ഇവിടെ വെക്കേണ്ട ആവശ്യമില്ല. ഡാർക്ക് കളറായ ഒരു കയ്പ്പ് രുചി വരും. ഇത്രയും മതിയാവും. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. തണുക്കുന്നതിന് മുമ്പേ തന്നെ ചൂടോട് കൂടെ ഒരു ഫോയിൽ പേപ്പറിലേക്കോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്റ്റീൽ പ്ലേറ്റോ ഒരു മരത്തിൻ്റെ തടി ഒരു പലകയൊക്കെ ഉണ്ടെങ്കിൽ അവിടേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടിത് മാറ്റി വെക്കാം. ക്രിസ്റ്റലായി പോട്ടോ തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്താൽ. ഇനി നമുക്ക് ഇതിലേക്കുള്ള പുഡിങ്ങിൻ്റെ സംഭവങ്ങൾ റെഡിയാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 40 ഗ്രാം ചൈന ഗ്രാസ് ആദ്യം തന്നെ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 2 കപ്പ് വെള്ളത്തിൽ. അപ്പോൾ ആ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു പാനിലേക്ക് 1 കപ്പ് പഞ്ചസാരയും ഒരു 2 ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ചിട്ട് കാരമലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരമലൈസ് നേരത്തെ ചെയ്ത പോലെ തന്നെ കേട്ടോ. പിന്നെ അതിലേക്കൊരു 100 ഗ്രാം ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. 40 ഗ്രാം ചൈന ഗ്രാസ് എന്ന് പറഞ്ഞാൽ 2 ലിറ്റർ പാലിലേക്കാണ് 40 ഗ്രാം എടുത്തിട്ടുള്ളത്. ഒരു പാക്ക് 10 ഗ്രാമിൻ്റെ പാക്കായിരുന്നു. അങ്ങനെ 4 പാക്കാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് അത് മെൽറ്റായതിനു ശേഷം അതിലേക്ക് 2 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല തണുത്ത പാലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാരമലൈസ് ചെയ്ത ഷുഗറൊക്കെ ഒന്ന് കട്ടയായിട്ട് വന്നിട്ടുണ്ട്. ചെറിയ ചൂടൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആവില്ല. പക്ഷേ അത് കുഴപ്പമില്ല. അത് ചൂടായി ഒന്ന് വരുന്ന സമയത്ത് അതൊക്കെ മെൽട്ടാവും കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തണുത്ത പാൽ ഒഴിക്കുമ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ആരും പേടിക്കേണ്ട. അത് ചൂടാകുമ്പോൾ എല്ലാം മെൽട്ടായി വരും. ഇപ്പോൾ കണ്ടോ എല്ലാം മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. ഒരു 400 ഗ്രാം കണ്ടൻസ് മിൽക്കാണിത്. അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് മുഴുവനായിട്ട് ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവും. കണ്ടൻസ് മിൽക്ക് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടൻസ് മിൽക്കൊക്കെ ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് അടിക്ക് പിടിക്കും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക, ഇളക്കി കൊടുക്കണം. പിന്നെ അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കുക. ഞാനിവിടെ ഒരു 1.5 കപ്പ് ചേർക്കുന്നത്. നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. പുഡിങ്ങിലൊക്കെ അത്യാവശ്യം മധുരം വേണമല്ലോ. അപ്പോൾ 1.5 കപ്പ് ചേർക്കുന്നുണ്ട്. ആദ്യം കണ്ടൻസ് മിൽക്കിൻ്റെ മധുരവും എല്ലാം കൂടെ ചെക്ക് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഇത് തിളച്ച് വരുമ്പോഴാണ് നമ്മൾ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ചൈന ഗ്രാസിൽ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ചെറിയ കട്ടകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അരിപ്പയിലൂടെ അരിച്ചിട്ടും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് രണ്ടും ഒരേ സ്റ്റൗവിലാണ് ഞാൻ ഒരേ സമയത്താണ് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. രണ്ടിനും ഒരേ ചൂടാണ്. അപ്പോൾ രണ്ടും ഒരേ ചൂടാകുമ്പോൾ തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വേഗം അങ്ങ് ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഒരു പുഡിംഗ് ട്രേയിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇത് ഞാൻ 2 ലിറ്ററിൻ്റെ ആണല്ലോ ഉണ്ടാക്കി. അപ്പോൾ 1 ലിറ്ററിൻ്റെ അളവ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ അളവായിട്ട് കൊടുക്കാം കേട്ടോ. 2 ലിറ്ററൊക്കെ ആകുമ്പോൾ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നവരൊക്കെ 1 ലിറ്ററിൻ്റെ അളവ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഞാൻ 2 ട്രേയിലും ഒഴിച്ചു. ബാക്കിയുള്ളത് ചെറിയൊരു ബൗളിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്ത ശേഷം ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അത് ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ ആദ്യം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഇതൊന്ന് പൊടിച്ചെടുക്കണം. ഇത് മിക്സിയിലിട്ടിട്ടൊന്ന് ഞാനൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ചെറിയ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ്. നല്ല ടേസ്റ്റാണ്. ഇതും കൂടെ അതിൻ്റെ മേലെ നമ്മൾ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് എടുക്കുന്നത്. അപ്പോൾ ഇതും കൂടെ അതിൻ്റെ മേലെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇച്ചിരി ചെറിയ ജാറിലെടുത്തിട്ട് എല്ലാം ഇതുപോലെ അങ്ങ് പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈനായി പൊടിച്ചെടുക്കണമെന്നൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇത് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലെ നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഞാനിപ്പോൾ ഇത് ടോട്ടലായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് സർവ് ചെയ്യണ സമയത്ത് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. പിന്നെ നമ്മളെ പുഡിങ് ശരിക്കും സെറ്റാവാതെ ഇട്ട് കൊടുത്താൽ അതൊക്കെ മെൽട്ടായി പോവും. ചൂട് തട്ടിയിട്ട് എല്ലാം മെൽട്ടായി പോവും. ഇനി ഞാനിതൊരു ക്ലിം ഫിലിം ഉപയോഗിച്ചിട്ട് ഒന്ന് റാപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ പുഡിങ് ഇവിടെ സെറ്റാണ്. ഇതുപോലെയാണ് ഇത് കിട്ടുക. നല്ല ടേസ്റ്റുമാണ്, നല്ല സോഫ്റ്റുമാണ്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് വീഡിയോയുടെ തൊട്ട് താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഉണ്ടാവും, അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രത്യേകം സെലക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം കാണാം. താങ്ക്